ഇതുവരെ ഇല്ലാതെ ഒരു തട്ടുമുട്ടൽ കേട്ടു. രാവിലെ 5:30 ആകുമ്പോൾക്ക് നോക്കുമ്പോൾ എത്ര വിളിച്ചു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴേക്കും അതാണ് സൗകര്യമാണ്. ഇന്ന് 5 മണിയാകുമ്പോഴേക്ക് തട്ടൽ മുട്ടൽ അടുക്കളയെന്ന്. സംഭവം എന്നാ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകണം കണ്ണൂർ. ഇവിടെ ഓളെ കാരണവരുടെ മോളെ കല്യാണം അടുത്ത ആഴ്ച. അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. എന്താന്ന് എനിക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ? അപ്പൊ നമുക്കൊന്നും വേണ്ട? നമ്മൾ കല്യാണത്തിന് വരണ്ട? കുട്ടികൾക്ക് വേണ്ട? കുട്ടിയൊക്കെല്ല ദേവൂട്ടി കമ്പാടിക്കും വേണ്ടേന്ന്. അനക്ക് വേണ്ട? എന്ന് നിനക്ക് സാരിയൊന്നുമില്ല? നീ ഇപ്പൊ ഒരു ഡ്രസ് എടുക്കാൻ പോണ്ടല്ലോ, നിനക്ക് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അങ്ങനെ കണ്ടിട്ട് അങ്ങനെ നടക്കൂല. എനിക്ക് മാത്രം എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോകും. നല്ലൊരു മുണ്ട് ഷർട്ട് വേണം. നീ വാങ്ങിട്ട് വരണം. ഞാൻ അതിന്റെ പൈസ എനിക്ക് തന്നാൽ മതി, ഞാൻ എടുത്തോളൂ. അല്ലാണ്ട് നീ വാങ്ങിട്ട് വരണം. ബസ് വരാൻ 6 മണിയാവും 5 മണിയാവുമ്പോൾ തുടങ്ങി അടുക്കള തട്ടലും മുട്ടുകളും. ചോറും കറിയെല്ലാം ആക്കി അവരാക്ക്. എന്നാ കറി? പപ്പടം ഓംലേറ്റും അടിച്ചു വെച്ചൂടെ എനിക്ക്? മുട്ടയുണ്ടോ? ഇന്നലെ ഇട്ടിട്ടില്ല നീ? ഇന്നലെ ഇനി അമ്മ തന്നെ വേറെ ആരാ? എടാ രാവിലെ എനിക്ക് എണീറ്റിട്ട് ചോറിന് വെള്ളം എടുക്കുമ്പോ ചെമ്പ് ഇങ്ങനെ വറുക്കുന്നുണ്ട് അച്ഛനെ കൂർക്കമ്പലി കൊണ്ട്. രാത്രി ഇവിടെ കൂർക്കമ്പലി കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. അവിടെ രാവിലെയാണ് ഞാൻ ഉറങ്ങിപ്പോയത്. എന്തോ പറ, ഞാൻ പോട്ടെ. അപ്പൊ ഈ ചായ കടിയൊന്നും വേണ്ട? എണീറ്റ് ദേവട്ടി വേഗം പല്ല് വെച്ച് ചായ കുടിക്ക്. 9:10 ദേവട്ടി എണീറ്റ് വരുന്ന സമയം. ചായ കുടിച്ചാ? അതാ ചായ അവിടെ എടുത്തു വെച്ചിട്ട് പോയി കുടിച്ചോ. പിന്നെ ചായ എടുത്തു വെക്കാണ്ട് ഞാൻ പറയുവാ. കടി ദോശയും സാമ്പാറും. എന്നാ ഓക്കെ, അമ്മ പോയിട്ട് വരുന്നേ. ദേവട്ടി വേഗം ഒരു പല്ല് വെക്കാം, അമ്മ പോയിട്ട് വരുന്നു. ഷർട്ട് ഉണ്ടല്ലോ, ഇത് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടാൻ നടക്കണ. അമ്പാടി വേഗം ഒരു പല്ല് വെക്കാൻ. ചൂട് കൊണ്ടൊന്നും ഇടാൻ തോന്നില്ല. വേഗം പല്ല് വെക്കാൻ പാടേ. ചോറ് താങ്ങില്ല, സീർന്ന് സ്പൂൺ കൊടുത്തിട്ട് പോയി. ദേവൂട്ടിക്ക് എന്നാ വേണ്ട പറഞ്ഞോ? ദേവൂട്ടി വേറെ അമ്മക്ക് മാത്രം അങ്ങനെ വാങ്ങിട്ട് വരാൻ നിൽക്കണ്ട. വേഗം പറഞ്ഞു എന്നാ പറഞ്ഞു കൊടുത്ത അമ്മയോട്. നിൽക്കുന്ന വേണ്ടേ? നിനക്ക് ചെരുപ്പല്ലേ? അമ്പാടി ഷൂ വാങ്ങിനാ? ബാഗി പാന്റ്. ബാഗി പാന്റ് വേണേ. മോളെ അമ്മ ചെരുപ്പ് വാങ്ങാൻ 2-3 കടയിൽ കയറി. നമുക്ക് വെയില് കൊണ്ടിട്ട് തലവേദന എടുത്തിട്ട് നിന്നൂടി. എന്നിട്ടും അമ്മ നിനക്ക് ചെരുപ്പ് വാങ്ങാൻ കയറി. നോക്കൂ, നീ പറഞ്ഞില്ല ഹൈ ഹീല് വേണം, നല്ല ഡിസൈൻ വേണം, അങ്ങനെയുള്ള ചെരുപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അമ്മ വീട്ടിൽ നിന്ന് വള്ളിച്ചെരുപ്പ് വാങ്ങി. ഇനി നമുക്ക് ഒരു ദിവസം കൂത്തുപറമ്പ് പോയിട്ട് വാങ്ങാട്ടെ. അന്യം കൂട്ടിയിട്ട് പോകാം, അല്ലാണ്ട് ശരിയാവില്ല. അളവിനുള്ളത് കറക്റ്റ് ഒന്നും കിട്ടുന്നുമില്ല. അമ്മ നിങ്ങള് ഫാലൂദെല്ലാം കുടിച്ചിട്ടില്ലേ? ഇല്ലടാ, നമ്മള് ഫാലൂദൊന്നും കുടിച്ചിട്ടില്ല. ഇല്ല, നമ്മള് കുടിക്കാനല്ലോ. അമ്മയും എവിടെ പോയാലും ഒന്നും കുടിക്കാണ്ടിരിക്കൂല. ഇല്ലടാ, നമ്മള് കുടിക്കണമെന്നെല്ലാം വിചാരിച്ചു പോയി നോക്കുമ്പോ അപ്പളേക്ക് നമ്മളെ ബസ് കണ്ട് വേഗം ചാടിക്കരി. ദേവുട്ടിക്ക് ചെരുപ്പ്, അമ്മ ഡ്രസ്സും എടുത്ത് അപ്പാടെ ഇറങ്ങി ദേവുട്ടിക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലോട്ട് പോകുമ്പോണ്ട് കടയിൽ കയറി നോക്കുമ്പോ ചെരുപ്പ് നല്ല ഇവള് പറഞ്ഞ മോഡലൊന്നും കിട്ടിയിട്ടില്ല. നമ്മള് വേഗം അങ്ങോട്ട് പോവാൻ നോക്കുമ്പോ ഫാലൂദയെല്ലാം കുടിക്കാന്ന് വെച്ച് പോയതേനു ദേവു. പക്ഷെ അപ്പോഴേക്ക് ബസ് വന്ന്. കള്ളല്ല, എന്നിട്ട് പിന്നെ നമ്മള് വേങ്ങാട് ഇവിടെ വന്ന് ഇറങ്ങി. ആട് നമ്മള് ഫാലൂദ കുടിച്ച്. അത് നമ്മള് ഫാലൂദ കുടിച്ച്. അതേ ഒന്നും പറയാത്തെ.
അടുത്ത ആഴ്ച എന്തായാലും എന്നെ കൂട്ടി പോയിട്ട് കൂത്തുപറമ്പ് ചെരുപ്പ് വാങ്ങിട്ട് വരണം. ആ ഇനിയും കൂട്ടി പോയിട്ട് തന്നെ വാങ്ങും. അതും ഹീൽ ചെരുപ്പ്. ഹീല് എന്നിട്ട് ഉരുണ്ട് കെട്ടി താഴെ പോവുകയും ചെയ്യണം. ഇല്ല ദേവു എനിക്ക് ഇടാൻ പറ്റില്ല ഹിലി ഇരിപ്പുണ്ട്. അതാണ് ഹീല് ചെരുപ്പ്. അതൊക്കെ വീട്ടിൽ നിന്നിടാൻ വേണ്ടി ഹീലാണ്. എന്താ പൊന്നോ ദേവു ഹീല. അതൊക്കെ വീട്ടിൽ നിന്നിടാൻ വേണ്ടി വാങ്ങിയതാ. അവിടെ വെച്ചാൻ പാടി. അത് വലുതാവാൻ പാടി. കൊടുക്കാൻ പാടി. കുത്തക്കെട്ട് കളിക്കല്ല. നമുക്ക് തലവേദന എടുത്തെന്ന് പറയാൻ കഴിയില്ല. അമ്പാടി. അപ്പൊ ഞാനിന്ന് പോയി വന്ന് നല്ല വെയിലേനും കുറച്ച് നടക്കുമെല്ലാം ചെയ്ത് നോക്കുമ്പോൾ നല്ല തലവേദന വന്നിട്ട് കുറച്ച് സമയം കിടന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ അധികം പറയാനൊന്നുമില്ല. രാവിലെ ഞാൻ പോകുമ്പോഴുള്ള ഇന്ന് കണ്ണൂർ പോകുമ്പോഴുള്ള ആ ഒരു വീഡിയോ ഇവരെ എടുത്തതാണ്. അപ്പോൾ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉഷാറോടെ വീണ്ടും വരുവേ. അതുവരെ ബൈ.